എൻ്റെ പല കഥകളും പല ഡയറക്ടർമാർ സിനിമയാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിലെ മാറ്റങ്ങൾ കണ്ടിട്ട് ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട്. സാങ്കേതികപരമായിട്ടും കഥാപരമായിട്ടും ഒക്കെ നമ്മുടെ സീരിയലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എപ്പിസോഡുകളിലൊക്കെ വലിച്ചു മുറുക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാറ്റം വളരെ മോശമായിപ്പോയി. കേരള സർക്കാർ പോലും 3 വർഷമായിട്ട് സീരിയലിന് അവാർഡ് കൊടുക്കുന്നില്ല. കാരണം കൊള്ളൂല്ലെന്നാണ് പറയുന്നത്. അത് 100% സത്യമാണ്. ഏത് രീതിയിലാണ് അവാർഡ് കൊടുക്കുന്നത്, ഏത് രീതിയിലുള്ള മേന്മയാണ് അവകാശപ്പെടാനുള്ളത്? മലയാളം സീരിയലുകൾ എന്ന് പറഞ്ഞ സാധനം അത് വേറൊരു വിചിത്രമായ അഭിനയം, വിചിത്രമായ മേക്കിംഗ് ഒക്കെ ഉള്ളൊരു സാധനമായി മാറി. സീരിയലുകൾ ആൾക്കാർ അഭിനയിക്കുന്ന കാണാമല്ലേ. മില്ലേനിയത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്നൊരു ഇമേജ്. അത് ഞാൻ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അത് തകർത്ത് കളയരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഫുൾ ഫ്രീഡം. അത് ഭീകരമായ ഒരു ആഘാതമായിരുന്നു എനിക്ക്. പുള്ളി എനിക്ക് അഡ്വാൻസ് തന്നു. 1000 രൂപ ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ പേഴ്സിൽ. 1 രൂപ ആരുടെ അടുത്ത് നിന്ന് ഒരാളുടെ കടം വാങ്ങിച്ച് 1000 രൂപ എൻ്റെ തന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. ശ്രീനിവാസനുണ്ടായിരുന്നു. ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, മമ്മൂട്ടി വലിയൊരു കാൽവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. സീരിയലാണ്, പല സീരിയലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇത് മോശമായ ഞാനായിരിക്കും ആദ്യം കൂവുന്നത്. ഇങ്ങനെയൊന്നും അല്ല നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. വലിയൊരു ഫ്രെയിമിലും വലിയ രീതിയിലും ആഫ്രിക്കൻ ലൈഫിനെ നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാനാണ്. പക്ഷേ ബഡ്ജറ്റ് വളരെ മോശമായിരുന്നു. 2.25 കോടി രൂപയിലാണ് ആഫ്രിക്കയിൽ പോയി ഒരു സിനിമ എന്ന് വെച്ചാൽ ഇമ്പോസിബിളാണ്. ടെററിസ്റ്റുകൾ വന്ന് ഈ മാള് പിടിച്ചിട്ട് അവിടുത്തെ 250ഓളം പേരെ കൊന്നത് മലയാളികളുണ്ടായിരുന്നു. ഈ ടെററിസ്റ്റുകൾ പിടിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ഈ മാളിലുണ്ടായിരുന്നു. എഴുത്ത് എന്ന് പറയുന്നത് എന്നും പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയമാണ്. ഇന്ന് പവർഫുൾ ആയിട്ടുള്ളൊരു എഴുത്തുകാരൻ ഒപ്പം സംവിധായകനാണ് എൻ്റെ കൂടെയുള്ളത്. ലെറ്റ്സ് വെൽക്കം വയലാർ മാധവൻകുട്ടി. ഹായ് സർ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ? പ്രൊഫഷണലായിട്ട് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു മില്ലേനിയത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു സാധാരണ ടെലിവിഷൻ പരമ്പരയല്ല. സാധാരണ ഇപ്പോൾ നമ്മൾ ചാനലുകളിലൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും റീമേക്കുകളാണ്. പുറത്ത് മറ്റ് ചാനലുകളിൽ ഇതായിട്ടുള്ള ഹിറ്റായിട്ടുള്ള പരമ്പരകൾ എടുത്തിട്ട് അത് റീമേക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ മലയാളത്തിൽ ചെയ്യുമ്പോൾ അതിനകത്തൊരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു അംശം വരുന്നില്ല. അതൊരു റീമേക്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അതല്ലാതെ ഉള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ അതിന് പറ്റുന്നൊരു സ്റ്റോറി, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി. സാധാരണ ഫാമിലി സ്റ്റോറി തന്നെ, പക്ഷേ ഫാമിലിയുടെ കൂടുതൽ അല്പം ഫാൻറ്റസി കൂടെ ഉണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ പെർസ്പെക്റ്റീവിലുള്ള അവളുടെ ഒരു ജീവിതയാത്രയുടെ ആയി ബന്ധപ്പെട്ട ഒരു ഫാമിലി സ്റ്റോറിയാണ്. അപ്പോൾ അത് അങ്ങനൊരു സബ്ജക്റ്റ് വരികയും, അത് എൻ്റെ സബ്ജക്റ്റാണ്. ആ ചാനലിനും അതിന് വളരെയേറെ താല്പര്യം അതിനകത്ത് എടുക്കുകയും, സൂര്യ ടി വിയിലാണ്. മില്ലേനിയം പിന്നെ സജി അത് വളരെ താല്പര്യത്തോടുകൂടി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരും. അപ്പോൾ എല്ലാ രീതിയിലും ഒരു സാധ്യതകളുള്ള പ്രേക്ഷകർ സ്വീകരിച്ചേക്കാം. കാരണം വെച്ചാൽ ക്ലീഷേ ഇതിൽ നിന്ന് മാറിയിട്ട് സാധാരണ ഒരു റൊട്ടീൻ വ്യൂവർഷിപ്പിൽ നിന്ന് മാറിയിട്ട് ഉള്ള ഒരു സീരിയൽ. അത്തരം സീരിയലുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ വരുന്നു. പ്രേക്ഷകർ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സ്റ്റോറി ഡയറക്ഷനൊക്കെ സാറിൻ്റെ ഭാഗത്ത് തന്നെ. സാധാരണ വിധത്തിൽ നമ്മളിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് എത്തുകയാണെങ്കിൽ ചില സിനിമയിലും ചില സീരിയലിലും ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് രണ്ട് പേര് ആ ഒരു റോള് വഹിക്കാറുണ്ട്. പക്ഷേ സാറിൻ്റെ കേസിൽ സ്റ്റോറിയും ഡയറക്ഷനും ഒക്കെ ഒരേ വ്യക്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്റ്റോറി നമ്മൾ തന്നെ ഉൾക്കൊണ്ട് നമ്മൾ തന്നെയാണ് അത് ഡയറക്ഷൻ മോഡിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു നമ്മുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ തന്നെ ഓൺ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റോറി ഒരാളും ഡയറക്ഷൻ ഒരാളും എന്നതിൽ നിന്ന് ഒരു വ്യക്തി തന്നെ സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ എന്നതിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം? അതിനകത്ത് അത് ഈ ഒരു സ്റ്റോറി തന്നെ ഞാൻ പണ്ട് ഇതുപോലെ ഇരുന്നുകൊണ്ട് ഞാൻ പത്മരാജനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ദൂരദർശന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് പത്മരാജനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ കഥ സിനിമയാവുന്നു. അന്ന് അദ്ദേഹം ഡയറക്ടർ ആയി വരുന്നേ ഉള്ളൂ, 1-2 സിനിമ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചു, അതാണ് കഥ. ആ ശില്പത്തെ നിങ്ങൾ സിനിമയാക്കുമ്പോൾ നിങ്ങളുടെ പല കഥകളും എടുത്തിട്ട് അത് സിനിമയാക്കിയപ്പോൾ അതിൽ നിന്ന് കഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പലപ്പോഴും ക്ഷുഭിതനാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ തന്നെ ഒരു കഥ, നിങ്ങളുടെ തന്നെ കഥ എടുത്ത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എന്താ ആരോടാണ് നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ വളരെ പശ്ചാത്താപ വിവശനാണ്. കാരണം എൻ്റെ പല കഥകളും പല ഡയറക്ടർമാർ സിനിമയാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിലെ മാറ്റങ്ങൾ കണ്ടിട്ട് ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെ സിനിമ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. കാരണം ഇതൊരു വിഷ്വൽ മീഡിയയാണ്, വിഷ്വൽ ടെല്ലിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാങ്കേതികത്വത്തിന് പറ്റുന്ന രീതിയിലും പിന്നെ ഒരു ദൃശ്യ മാധ്യമം എന്നുള്ള രീതിയിലുമായിരിക്കണം ഇതിൻ്റെ ഒരു അവതരണം എന്നുള്ളത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഏത് ശില്പം ഉണ്ടാക്കി വെച്ചാലും, ഏത് കഥാശില്പം ഞാൻ ഉണ്ടാക്കിയാലും ആ ശില്പത്തിൻ്റെ കൈ ചിലപ്പം നമുക്കിതിന് ചേരുന്നതായിരിക്കില്ല. അപ്പോൾ കൈ വെട്ടിക്കളയേണ്ടി വരും. കാല് ചിലപ്പം ചേരുന്നതായിരിക്കില്ല, കാല് വെട്ടിക്കളയണം, വേറൊരു കാലായിരിക്കും ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഥാകൃത്ത് സംവിധാനമാകുമ്പോൾ ഒരു ബുച്ചറായി മാറും. ആ ശില്പത്തെ തകർത്ത് വേറൊരു ശില്പത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ആചാര്യ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണല്ലോ പത്മരാജൻ. അത് സത്യത്തിൽ വളരെ ശരിയാണ്. പക്ഷേ നമ്മൾ കഥ എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയാകുമ്പോൾ, ഇപ്പം എൻ്റെ ഒരു നോവലോ ഒരു കഥയോ സിനിമയാക്കുമ്പോഴത്തെ കാര്യമല്ലത്. കഥ എഴുതുന്നത് തന്നെ ദൃശ്യ മാധ്യമത്തിന് വേണ്ടിയാകുമ്പോൾ ഇത് സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ ആ ദൃശ്യമാധ്യമത്തിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ കഥ എഴുതുന്നത്. അപ്പോൾ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ വിഷ്വലൈസേഷനും ഇൻഷുറൻസും എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ സിനിമ ചെയ്യുമ്പോൾ, കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അത് സിനിമയ്ക്ക് വേണ്ടിയോ സീരിയലിന് വേണ്ടിയോ തന്നെയായിരിക്കും. അപ്പോൾ അത് വളരെ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് നമുക്ക് അറിഞ്ഞിരുന്നത് വളരെ എളുപ്പമാണ് ആ കാര്യം. സാറിലേക്ക് എത്തുകയാണെങ്കിൽ ആക്ച്വലി സാറിൻ്റെ പ്രൊഫഷൻ തന്നെ ആരംഭിച്ചത് ആസ് എ ജേർണലിസ്റ്റ് ആയിട്ട് തുടങ്ങി ഇന്ന് ഒരുപാട് സീരിയൽ സിനിമകളിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത്. ആക്ച്വലി എങ്ങനെയാണ് ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്? സിനിമ സീരിയൽ ആഗ്രഹിച്ചെത്തിയതാണോ അതോ എഴുത്ത് എന്നൊരു വലിയൊരു ഘടകത്തിലൂടെ എത്തിയതാണോ? ഞാൻ ബേസിക്കലി റൈറ്ററായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കവിതകളൊക്കെ എഴുതുക, കഥ എഴുതുക, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രൊഫഷൻ വേണ്ടി വരുന്നു. നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന് എന്നൊരു സംഭവം ഉണ്ടല്ലോ ഒരു സ്റ്റേജിലെത്തുമ്പോൾ, പഠിത്തമൊക്കെ കഴിയുന്ന സമയമാകുമ്പോൾ. ആ സമയത്ത് ഞാൻ സെലക്ട് ചെയ്തത് ജേർണലിസമാണ്. കാരണം ലിറ്ററേച്ചറുമായി ചേർന്ന് നിൽക്കുന്ന അതാണല്ലോ ജേർണലിസം. അങ്ങനെ ഞാൻ ബോംബെ ഫ്രീ പ്രസ് ജേർണലിലായിരുന്നു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. തുടർന്ന് മലയാള മനോരമയിലേക്ക് വന്നു. മനോരമയിലെ എഡിറ്ററും കറസ്പോണ്ടൻറ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം ഈ സാഹിത്യത്തിൽ നിന്നും ഈ അക്ഷര ലോകത്തു നിന്നും നമ്മൾ അകന്ന് നിൽക്കുന്നില്ല, വളരെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ് ഈ കൂടുതൽ വന്നത്. മനോരമയിലായിരിക്കുന്ന സമയത്ത് സിനിമയിലുള്ള എഴുത്തുകാരും സംവിധായകരും അപ്പം അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ടായി. സിനിമയുമായി കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. തുടർന്ന് ടെലിവിഷൻ അന്ന് വരുന്ന സമയമാണ്, ഒരു വലിയൊരു ബൂമിൻ്റെ സമയമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ നാച്ചുറലി ജേർണലിസമൊക്കെ കളഞ്ഞേച്ച് അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആക്ച്വലി നമ്മൾ ജേർണലിസം എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഒരു സാഹിത്യം എന്നതിനപ്പുറത്തേക്ക് ക്രിട്ടിക്കൽ മൈൻഡ് നമുക്ക് കൂടുതലായിരിക്കും. കുറച്ചുകൂടെ സർക്കസും റിലേറ്റഡ് ആകാം. നമ്മൾ എത്രയോ വിമർശനാത്മകമായ സിനിമകൾ വന്നിരിക്കുന്നു. ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സിനിമകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം വിമർശനം എവിടെയും ആകാം. ഇപ്പം ഇല്ലാത്തത് ജേർണലിസത്തിലാണ് വിമർശനം ഇല്ലാത്തത്. ജേർണലിസത്തിലാണ് കുറവ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കോംപ്രമൈസ് ആയല്ലോ, കുറച്ചുകൂടി കോംപ്രമൈസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ. അപ്പോൾ സാറിൻ്റെ ഇപ്പം നമ്മൾ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ജ്വാലയായി എന്ന് പറയുന്ന ഒരു സീരിയൽ, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആദ്യ മെഗാ സീരിയലാണെന്ന് തോന്നുന്നു. ആദ്യത്തെ അല്ല, വേറെ സീരിയലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു വലിയൊരു പാരഫെർണിയയിൽ രംഗപ്രവേശനം ചെയ്ത് ജ്വാലയായിരുന്നു. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഒരു മലയാളത്തിലെ വലിയൊരു മഹാനടൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്തരത്തിലുള്ള സ്വീകാര്യതയും ഒരു പ്രതീക്ഷയും ഒപ്പം തന്നെ അത്രയും തന്നെ ചലഞ്ചസും ഉണ്ടാവും. നാച്ചുറലി ഉണ്ടാവുമല്ലോ, പ്രതീക്ഷാഭാരം എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അത് കൂടുതൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഒരു വിജയം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരുന്നു. അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റും അതിൻ്റെ റീച്ചും ഒക്കെ ഇന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ്. തീർച്ചയായും. എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കകാലം എന്ന് പറയുന്നത്? മമ്മൂട്ടി എന്നൊരു വലിയ, ഞാനന്ന് ദൂരദർശനിൽ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിരവധി സീരിയലുകൾ 5 മറ്റോ അന്ന് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം ഒരാൾ, അദ്ദേഹം പ്രൊഫസർ അലിയാർ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് പറഞ്ഞു, എന്നെ പോലെ
മമ്മൂട്ടി നിങ്ങളെ കാണണമെന്ന് പറയുന്നു, വരണം. അപ്പം എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ പറയാം, അല്ല എന്തോ പരസ്യം ചെയ്യാനോ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പരസ്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് മതിയോ ചോദിച്ചു. പറഞ്ഞു മതി, നിങ്ങളുടെ ഷൂട്ട് തീരുന്ന ലാസ്റ്റ് ഡേയിൽ നമുക്ക് എവിടെയുണ്ട്, അന്നേരം ഉച്ച സമയത്ത് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്, ഊണിൻ്റെ സമയത്തെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു, സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമേ തന്നെ പുള്ളിയോട് പറഞ്ഞു, നമ്മളൊരു സീരിയൽ ചെയ്യുന്നു, അപ്പോൾ നിങ്ങളാ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരിക്കലും കഥയൊക്കെ ഞാൻ എഴുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഡയറക്റ്റ് ചെയ്യാനായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് കഥ എഴുതുന്നത്? ഏതെങ്കിലും സിനിമയിലെ എഴുത്തുകാരായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ കഥയൊന്നും വേറെ ആരുമല്ല എഴുതുന്നത്, നിങ്ങൾ തന്നെ എഴുതുന്നു. അപ്പോൾ കഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഞാനൊരു 4 ദിവസം കഴിഞ്ഞ് വരും, അപ്പോഴത്തേക്കും സ്റ്റോറി ഉണ്ടാക്കി വെച്ചേക്കണം. 4 ദിവസത്തിനുള്ളിൽ സ്റ്റോറി ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോജക്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു മെഗാ സീരിയൽ വേണം. ഇപ്പം മെഗാ സീരിയലിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. പുള്ളി എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം 4 ദിവസം കഴിഞ്ഞ് വന്ന് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ കഥ റെഡിയാക്കി വെച്ചു. 4 കഥ റെഡിയാക്കിയിരുന്നു. ഈ 4 കഥയും പറയാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പോയത്. ടെക്നോ പാർക്ക് വെച്ച് ഞങ്ങൾ സിനിമ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ച് കണ്ടു. കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 4 കഥ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു 4 കഥയുടെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്താ? ഞാൻ പറഞ്ഞു ഒരെണ്ണം ഒരു സിനിമയുടെ ബാക്ക് ഡ്രോപ്പാണ്. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് ഒരെണ്ണം പറഞ്ഞു കുട്ടനാടിൻ്റെ ബാക്ക് ഡ്രോപ്പിലൊരു കഥയുണ്ട്, അപ്പോൾ അത് കേൾക്കാതെയെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹവും ഈ വൈക്കത്തിന് അടുത്തല്ലേ, അപ്പോൾ കുട്ടനാടുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ താല്പര്യം പറഞ്ഞ ആ ഒരു ബാക്ക് ഡ്രോപ്പ് പറഞ്ഞപ്പോൾ ആ കഥ പറഞ്ഞൊരു പൂർത്തിയായില്ല. കുറച്ച് സമയം ആയി കഴിയുമ്പോഴുള്ളൂ പറഞ്ഞു നമ്മൾ ഈ സബ്ജക്റ്റാണ് ചെയ്യുന്നത്, വേറെ കഥയൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ സബ്ജക്റ്റ് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇതൊരു 65 വയസ്സായ ഒരു മനുഷ്യൻ 60 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയെ പ്രേമിക്കുന്ന കഥയാണ്. ഒരിക്കലും ഒരു വിഷ്വൽ മീഡിയയിലേക്ക് ഇത് പറ്റുമോ എന്ന് സ്വാഭാവികമായി സംശയിക്കാം. പക്ഷേ ഏതെങ്കിലും നോവലുകളിൽ നിന്നോ ഏതെങ്കിലും സിനിമകളിൽ നിന്നോ ഒന്നും എടുത്ത ഒരു കഥയല്ല. 101% ഓത്തൻറ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് 65 വയസ്സായ ഒരു ആൾ 60 വയസ്സായ ഈ സ്ത്രീയെ പ്രണയിക്കുന്നവരുടെ ബാല്യം മുതലാണ്. പക്ഷെ അവർ വിവാഹിതരല്ല. അവർ വിവാഹിതരും മറ്റ് ഇയാൾ വിവാഹിതനും കുട്ടികളും അവരുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയതാണ്. ഈ സ്ത്രീ മാത്രം വിവാഹം ചെയ്യാതെ കഴിയുന്നു. വളരെ പ്ലേറ്റോണിക് ആയിട്ടുള്ളൊരു ലവ് നമ്മൾ പറയില്ലേ, അത്ര ഒരു പ്ലേറ്റോണിക് ലവിൻ്റെ സ്റ്റോറിയായിരുന്നു. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഈ നോവലിൽ വരും. പക്ഷേ ഇവരുടെ ഒരു ജീവിതയാത്രയാണ് പ്രധാനം. അപ്പോൾ പുള്ളി പറഞ്ഞ് ദിസ് ഈസ് യുണീക്ക്, നമുക്കിത് ചെയ്യാം. അപ്പോൾ കുട്ടനാട്ടിൽ വെച്ച് ചെയ്യാനുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം അന്നത്തെ ടെക്നോളജി വൈസിലും മറ്റു കാര്യങ്ങളും, പിന്നെ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ചലഞ്ചാണ്. അപ്പം നമ്മളത് കുടിയേറ്റ കർഷകരുടെ കഥയാക്കി പെട്ടെന്ന് തന്നെ മാറ്റി. എളുപ്പമാണല്ലോ, മാറ്റിയിട്ട് നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. അങ്ങനെയാണ് ആ കഥ. 2 സമുദായങ്ങളിലെ 2 ആൾക്കാരാണ്. ഒന്ന് ക്രിസ്ത്യൻ സമുദായത്തിലെ കൊച്ചുത്രേസ്യ എന്ന് പറയുന്ന സ്ത്രീയും ഹിന്ദു സമുദായത്തിലെ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളുടെയും പ്രണയമാണ് ഇതിൻ്റെ രീതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്? കാരണം ഒരു മഹാനായ നടൻ മമ്മൂക്ക വന്ന് ഇങ്ങോട്ടേക്ക് പറയുകയാണ്, താൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന മനസ്സിൽ കൂടെ കടന്നുപോയ ആ മൊമെന്റ്? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു യാതൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ സീരിയലുകൾ 4 ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ എല്ലാ സീരിയലുകളും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത സീരിയലുകളായിരുന്നു, ഒന്നിനൊന്ന്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു സീരിയൽ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ള ചലഞ്ച്, എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. ആദ്യന്തം ഈ കഥ ഞാൻ എഴുതി വെച്ചിരുന്നതാണ്. ആദ്യന്തം അവസാനത്തെ സീൻ വരെ ഈ കഥ ഞാൻ എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഫുൾ ഫ്രീഡമാണ് അദ്ദേഹം തന്നത്. യാതൊരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഫ്രീഡം തന്നു, കംപ്ലീറ്റ്. എന്നിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഉടനെ എഴുത്താരംഭിക്കാൻ ഇമ്മീഡിയറ്റ്ലി എന്നെ എഴുതാനായിട്ട് നിർബന്ധിച്ചു. ഉടനെ ഞാൻ എഴുതുന്നു. അദ്ദേഹം പിന്നെ വരുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. ഒരു കുത്തു കോമ പോലും വിടാതെ അദ്ദേഹം അത് എഗ്രി ചെയ്യുന്നു, നല്ലതാണെന്ന് പറയുന്നത്. ടൈറ്റിലും പുള്ളി ജ്വാല എന്നായിരുന്നു ഞാൻ ടൈറ്റിൽ ഇടുന്നത്, അദ്ദേഹം ജ്വാലയായി എന്ന് അദ്ദേഹം ആക്കിയത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വർക്ക് ആരംഭിക്കുകയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ പുള്ളി എനിക്ക് അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്ന് 1000 രൂപ ഉണ്ടായിരുന്നു പുള്ളിയുടെ പേഴ്സിൽ. 1 രൂപ ആരുടെ അടുത്ത് നിന്ന് ഒരാളുടെ കടം വായിച്ച് 1000 രൂപ എൻ്റെ തന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു മാത്രമേ ഇതിനു മുമ്പ് ഒരാൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പുള്ളി. അത് MT വാസുദേവൻ. അത് അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്ന നോവൽ
സിനിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തതാണ്. പക്ഷേ അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല. ഓക്കെ. അത് MGM അതിനെക്കുറിച്ച് സംസാരിച്ചു പോലും ഇല്ലെന്നാണ് നമുക്ക് പറഞ്ഞത്. കേട്ടത്. ഇപ്പം ചോദിക്കാനുള്ള ഇതുമില്ല, ഇപ്പം ചോദിച്ചുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് തരാണ്. പക്ഷേ എനിക്ക് ഒരു സെൻറ്റൻസ് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു. അത് ഞാൻ ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കിയൊരു ഇമേജ് ഉണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്നൊരു ഇമേജ്. അത് ഞാൻ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അത് തകർത്ത് കളയരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഫുൾ ഫ്രീഡം. അത് ഭീകരമായ ഒരു ആഘാതമായിരുന്നു എനിക്ക്. ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഇമേജിനെ ഞാൻ താങ്ങണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സീരിയൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇദ്ദേഹം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ സിനിമയിലെ ഏറ്റവും ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള നടൻ തിളങ്ങി നിൽക്കുന്നു. അദ്ദേഹം ഒരു സീരിയൽ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹം സീരിയൽ ചെയ്യുന്നു എന്ന് തന്നെ വലിയ ന്യൂസായിരുന്നു, പത്രത്തിലൊക്കെ വലിയ ന്യൂസായിരുന്നു. എന്നിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, സൂക്ഷിക്കണം. അതെന്നെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയാം. ഞാൻ പിന്നീട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇതിനെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ. രണ്ടാമത്തെ ത്രെറ്റ് എന്ന് പറയുന്നത് അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ടാഗോർ തിയേറ്റർ വെച്ചായിരുന്നു. മലയാളത്തിലെ എല്ലാ സിനിമാക്കാരും ഉണ്ടായിരുന്നു. മരിച്ചുപോയ പ്രഗത്ഭരായ സിനിമാക്കാർ പലരും ഉണ്ടായിരുന്നു. പി ഭാസ്കർ മാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പ്രസംഗിച്ചതിന് ശേഷം ശ്രീനിവാസൻ പ്രസംഗിക്കാനായിട്ട് വന്നു. ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, മമ്മൂട്ടി വലിയൊരു കാൽവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. സീരിയലാണ്, പല സീരിയലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇത് മോശമായ ഞാനായിരിക്കും ആദ്യം കൂവുന്നത് തീർച്ചയായും എന്ന് പുള്ളി ഒരു ഡയലോഗ് അടിച്ചു. അത് രണ്ടാമത്തെ അടിയായിരുന്നു എനിക്ക്. അപ്പം ഇത് രണ്ട് അടികളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് ഇറങ്ങിയത്. ഫസ്റ്റ് ദിവസം ഈ സീരിയൽ വന്നു ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അന്ന് ഈ നെറ്റ്വർക്ക് ഇതുപോലൊന്നും ഇല്ലല്ലോ. അപ്പം ദുബായിലായിരുന്നു നമുക്ക്. ദുബായ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, ജോഷി സാറിൻ്റെ സിനിമ. അവിടെ എന്തോ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരൻ ഈ സീരിയൽ കാണാൻ, ജോഷി സാറും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും ഫുൾ ടീം ഇരുന്നാണ് സീരിയൽ. ഉച്ചയ്ക്കാണല്ലോ, 3:30 സിനിമ കാണുന്നത്, ആ സീരിയൽ കാണുന്നത്. അപ്പം ഞാനിവിടെ ഏഷ്യാനെറ്റിലൊരു സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ദേവത എന്ന് പറഞ്ഞിട്ട് സീരിയൽ വരുന്നുണ്ട്. അത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഫോൺ വരുന്നു. അപ്പോൾ ഞാൻ ഈ പൈലറ്റ് എപ്പിസോഡ് കണ്ടില്ല. ഒരു ടെൻഷൻ. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ കൂടെയുള്ള ക്രൂ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഷൂട്ടിങ് എപ്പിസോഡ് കഴിഞ്ഞ ഒട്ടനെ ഫോൺ വരുന്നു. ഇവിടെ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായിരുന്നു ഫസ്റ്റ് കമൻറ്റ്. വളരെ നന്നായിരിക്കുന്നു, ഇതുപോലെ അങ്ങ് പോയാൽ, അല്ല ഇതുപോലെ പോവും, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാണല്ലോ, ഇതുപോലെ പോവും, വളരെ ഗംഭീരമായിരിക്കുന്നു, ഞാൻ ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് പിന്നെ ജോഷി സാറിന് കൊടുത്തു. ജോഷി സാർ ഭയങ്കര ഹൈ ഒപ്പീനിയൻ പറഞ്ഞു. ഞാനിനി എല്ലാ എപ്പിസോഡും ഞാൻ ഈ സീരിയലിലെ കാണും. കാരണം അത്രത്തോളം എന്നെ ഇതിരിക്കുന്നു. ഞാൻ സീരിയൽ സാറിന് എനിക്ക് അതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇത് കാണണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ എപ്പിസോഡും കണ്ടിട്ട് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള പല ആൾക്കാരും സംസാരിച്ചു. അതായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. ജോഷി സാർ പറഞ്ഞ പോലെ തന്നെ പാലിച്ചു. അദ്ദേഹം എല്ലാ എപ്പിസോഡും ജ്വാലയുടെ കണ്ടു. എന്നെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ഈ കാര്യം പറയുമായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് ആ തുടക്കം. അത് അവസാനം വരെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റി. അവസാനിപ്പിക്കുമ്പോഴും ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ, ഇനി അതിൻ്റെ മുകളിലേക്ക് റേറ്റിംഗ് പോകാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റിംഗിലായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് 2000-ലാണ് ഒരു സീരിയൽ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഈ ഒരു 2000 കടന്ന് ഇന്ന് നമ്മൾ 2024-ലേക്ക് എത്തുമ്പോൾ സാങ്കേതികപരമായിട്ടും കഥാപരമായിട്ടും ഒക്കെ നമ്മുടെ സീരിയലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എപ്പിസോഡുകളിലൊക്കെ വലിച്ചു മുറുക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാറ്റം വളരെ മോശമായിപ്പോയി. അതായത് നമ്മൾ ഈ സിനിമ വളരെ ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസിന് വിധേയമായി കഴിഞ്ഞു. സാങ്കേതികത്വത്തിൻ്റെ എല്ലാ മേന്മകളും സിനിമയിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. സിനിമകൾ ആരുടെയും ഒരു ക്ലീഷേ ഉള്ള ഒരു പാറ്റേണിലേ അല്ല. സിനിമ എവ്രി ഡേ സിനിമ ചേഞ്ചസ്. സ്റ്റോറിയല്ല, സാങ്കേതികത്വമല്ല, ട്രീറ്റ്മെൻ്റ് അല്ല, എല്ലാം മാറ്റമുണ്ട്. എല്ലാത്തിനും മാറ്റം. അഭിനയ രീതിക്കും ശൈലിക്കും റീ റെക്കോർഡിങ്ങിനും മ്യൂസിക്കിനും സകലത്തിനും ചേഞ്ചസ് ആണ്. സീരിയലിനോ? സീരിയൽ ആ കാലഘട്ടത്തിൽ നല്ല നോവലുകളും നല്ല കഥകളും ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് നല്ല കഥകളൊക്കെ ആയിരുന്നു സീരിയലുകളായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം സീരിയലിൻ്റെ പാറ്റേണേ മാറി. കാരണം അത് ഒരു കൊമേഴ്ഷ്യൽ സാധനം മാത്രമായി. സോപ്പ് ജീപ്പ് കണ്ണാടി എന്ന് പറയുന്ന പോലെ ഒരു എപ്പിസോഡ് അത്രയും സമയം ആൾക്കാർക്ക്
എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, പിന്നെ അതങ്ങ് കളയുക, അങ്ങനെ രീതിയിൽ. പിന്നെ ഒരു ഹാബിച്വേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് എപ്പിസോഡിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അതിലേക്ക് വന്നു, അതിനൊരു ഒരു ജീവിതം സ്പർശമുള്ള കഥ വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു അഭിനയം മതി, അതിഭാവുത്വം മതി, ഷോർട്സിനെ കുറിച്ചോ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുള്ള ബോധേടല്ല, എടുത്തു കൂട്ടി വെച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇത് പോയപ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം മാറി. അതിനകത്തൊന്നും ക്രിയേറ്റ് ചെയ്യാനില്ല നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് ഉടനെ തന്നെ ഈ പുറത്തുനിന്നുള്ള സീരിയലുകൾ വന്നിങ്ങോട്ട് ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ബംഗാളിൽ നിന്നുള്ള സീരിയലുകളാണ് ഇവിടെ വരുന്നത്. അതൊന്നും യാതൊരു തരത്തിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല, അതിഭാഗത്തുള്ള സിറ്റുവേഷൻസും അങ്ങനെയൊക്കെ വന്നിട്ട് സീരിയലിൻ്റെ ഡീജനറേഷനാണ് സംഭവിച്ചത്. അതോടുകൂടി നമുക്കറിയാമല്ലോ, ഇപ്പം കേരള സർക്കാർ പോലും 3 വർഷമായിട്ട് സീരിയലിന് അവാർഡ് കൊടുക്കുന്നില്ല. കാരണം കൊള്ളൂല്ലെന്നാണ് പറയുന്നത്. അത് 100% സത്യമാണ്. ഏത് രീതിയിലാണ് അവാർഡ് കൊടുക്കുന്നത്, ഏത് രീതിയിലുള്ള മേന്മയാണ് അവകാശപ്പെടാനുള്ളത്. അപ്പോൾ സീരിയലുകളോ അല്ലെങ്കിൽ ഈ ടെലിവിഷൻ മീഡിയമോ തളരുകയല്ല ചെയ്തത്, അത് വളരുകയാണ് ചെയ്യുന്നത്. ലോകതലത്തിൽ ഭയങ്കരമായി വളർന്നപ്പോൾ മലയാളം സീരിയലുകൾ എന്ന് പറഞ്ഞ സാധനം അത് വേറൊരു വിചിത്രമായ അഭിനയം, വിചിത്രമായ മേക്കിംഗ് ഒക്കെ ഉള്ളൊരു സാധനമായി മാറി. സീരിയലുകൾ ആൾക്കാർ അഭിനയിക്കുന്ന കാണാമല്ലേ, പലരും മൂക്കൊണ്ടും ഒക്കെയാണ് അഭിനയിക്കുന്നത്, ഭയങ്കരമായ രീതിയിലുള്ള എക്സ്പ്രഷൻസും വേഷഭൂഷകളും. അപ്പോൾ ടോട്ടലി ലൈഫിൽ നിന്ന് നമ്മൾ യു ആർ ഗോയിങ് ഫാർ അവേ ഫ്രം യുവർ ലൈഫ്. അപ്പോൾ അതിൻ്റെ ജെന്യുവിനിറ്റി, ഓത്തൻറ്റിസിറ്റി നഷ്ടപ്പെട്ടു പോയി. അതാണ് നമുക്ക് സീരിയലിൽ സംഭവിച്ചിരിക്കുന്നത്. അത് വരണം, അത് വരും. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും സീരിയൽ കാണുന്നില്ല, അതൊരു സത്യമാണ്. ഓരോറ്റ ചെറുപ്പക്കാരൻ പോലും കാണില്ല, ചെറുപ്പക്കാരും കാണില്ല. പക്ഷേ ആ ഒരു സീരിയൽ കാണുന്നുണ്ട്. ഏത് സീരിയൽ? വെബ് സീരീസ് കാണുന്നു. കാരണം അതിൽ ലൈഫുണ്ട്, അതിൽ ഈ കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ട്, ജീവിതമുണ്ട്, മേക്കിംഗ് ഉണ്ട്, നല്ല മേക്കിംഗ് ഉണ്ട്, നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള മേക്കിംഗ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ടെലിവിഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള സാധനമാണ് വെബ് സീരീസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനും പ്രോഗ്രാമിനും സീരിയലിന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഇതിന്ന് അതിലേക്കൊരു ട്രാൻസിഷൻ ടൈം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വരും, ഡെഫിനറ്റ്ലി. എൻ്റെ പ്രോജക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരിക്കലും എനിക്ക് ഒരു ക്ലീഷേ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ പ്രോജക്റ്റ്. ഇത്തരൊരു സീരിയലിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മളൊരു കമേഴ്ഷ്യൽ സക്സസ്സിന് വേണ്ടി ഒരുപാട് പേര് അവരുടെ എഴുത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ പേഴ്സണലി സാറിന് അങ്ങനെ പലപ്പോഴും പല എഴുത്തുകാരിലും അങ്ങനെ തോന്നാറുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സീരിയലുകളൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് വേണ്ടി വന്നിട്ടില്ല. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഏഷ്യാനെറ്റിലൊരു സീരിയൽ ചെയ്തു, കുഞ്ഞാലി മരിക്കാർ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു കണ്ടീഷൻസും പറഞ്ഞില്ല, ഒരു ഫോർമുലയും. ഒരു ചരിത്ര സീരിയലിൽ എന്ത് ഫോർമുല? അപ്പം നമ്മൾ ചെയ്തത്, നമുക്ക് ആ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ചരിത്രം പഠിച്ചു, മലബാറിൻ്റെ ചരിത്രം വളരെ ആഴത്തിൽ പഠിച്ചു, കുഞ്ഞാലി മരിക്കാരെക്കുറിച്ച്, സാമൂതിരിയെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കോൺട്രവേഴ്സി ഇല്ല. കാരണം വെച്ചാൽ നമ്മളത് ഡീപ്പായിട്ട് എൻ്റെ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളെ ഫിക്ഷണലൈസ് ചെയ്തു. അപ്പം അത് ആ രീതിയിലായിരുന്നു എൻ്റെ അക്സെപ്റ്റൻസ് നാച്ചുറലി. അപ്പോൾ അതിനകത്ത് വേറൊരു ഫോർമുലയുടെ പ്രശ്നം വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ചരിത്രമായാലും ത്രില്ലായാലും എന്തായാലും ലൈഫിനകത്ത് സെൻറ്റിമെൻറ്റ്സ് ആണല്ലോ, അതിട്ടല്ലേ നമ്മൾ പ്ലേ ചെയ്യുന്നത്. വിദ്വേഷം, മതം, മാത്സര്യം, കാമം, പ്രേമം, ഇതെല്ലാം ഒക്കെ സ്ഥിരമായിട്ടുള്ള ഈ രസക്കൂട്ടുകളല്ലേ നമുക്ക് ചേർക്കാൻ പറ്റുമോ? അത് ഏത് കാലഘട്ടം ആയാലും മനുഷ്യനാണല്ലോ. മനുഷ്യൻ വേറൊരു ലെവലിലേക്ക് മാറുന്നില്ലല്ലോ. മനുഷ്യൻ്റെ എല്ലാം വൈകാരിക തലങ്ങളെല്ലാം ഒന്നുപോലെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻ്റെയും മറ്റു രീതികളും ആയിരിക്കും മാറുന്നത്. തീർച്ചയായും. ഇനിയിപ്പോൾ നമ്മൾ സീരിയലിൽ നിന്ന് മാറി സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ നാക്കു പെൻറ്റ നാക്കുടാക്ക ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ മാറി, ഇന്ത്യയിൽ നിന്നൊക്കെ മാറ്റിയെടുത്ത ഒരു പശ്ചാത്തലമാണ്. എങ്ങനെയാണ് ആ ഒരു സിനിമയുടെ അനുഭവം എന്ന് പറയുന്നത്? ഷൂട്ടിംഗ് ലൊക്കേഷൻ അതിൻ്റെ ഒരു സംഭവിച്ചാൽ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കലും എന്നോട് സൂചിപ്പിച്ചൊരു കഥയാണ്. അദ്ദേഹത്തിന് ഇതുപോലൊരു സംഭവം ലൈഫിലുണ്ടായി. ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വലിയ IT കമ്പനിയുടെ ഉടമസ്ഥനാണ്. അന്നൊരു വളരെ ലോ പ്രൊഫൈൽ ലൈഫായിരുന്നു അന്ന് ആഫ്രിക്കയിലുണ്ടായ സമയത്ത്. ഒരു അപകടം ഉണ്ടായി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരാൾ മരിച്ചു, കാർ ആക്സിഡൻറ്റിൽ പുള്ളിയുടെ. അതിൽ നിന്നാണ് ഈ കഥ രൂപം കൊണ്ടത്. അപ്പോൾ ഒരു ആഫ്രിക്കൻ ലൈഫ്, മലയാളി അവിടെ ചെന്നിട്ടുള്ള ഇതുപോലൊരു എസ്കേപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരു അപകടത്തിൽ പെട്ടിട്ട് ട്രാപ്പിൽ നിന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട്. അപ്പം അങ്ങനെ ഒരു കഥ, അങ്ങനെയാണ് അത് ഉണ്ടായത്. പിന്നെ അത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ടഫ് ഗെയിമാണ്. ആഫ്രിക്കയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. വലിയൊരു ഫ്രെയിമിലും വലിയ രീതിയിലും ആഫ്രിക്കൻ ലൈഫിനെ നന്നായിട്ട്
ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാനാണ്. പക്ഷേ ബഡ്ജറ്റ് വളരെ മോശമായിരുന്നു. 2.25 കോടി രൂപയിലാണ് ആഫ്രിക്കയിൽ പോയി ഇത്തിരി സിനിമ ചെയ്യാന്ന് വെച്ചാൽ ഇമ്പോസിബിളാണ്. മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ വെറും 2.25 കോടി രൂപയ്ക്കാണ് ആ പടം ചെയ്തത്. അപ്പോൾ അങ്ങനെ പോയി അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു. അതിന് ആഫ്രിക്കയിലുള്ള മലയാളികളുടെ സപ്പോർട്ട് ഒരുപാട് കിട്ടി. കെനിയയിലാണ് കൂടുതലും ചെയ്തത്. കെനിയ വെച്ചാണ് ചെയ്തത്. അങ്ങനെയാണ് ആ പടം ചെയ്തത്. ആ പടം ഒരു വേറിട്ടൊരു സിനിമയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു? നമ്മളിപ്പം ആഫ്രിക്കൻ ജനത അതിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്, ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആഫ്രിക്കൻ ജനത നമ്മളെക്കാട്ടിലൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. നമ്മളെപ്പോലെ പേടിക്കേണ്ട അല്ല. കണ്ടു കഴിഞ്ഞാൽ പേടിയാവും നമുക്ക്, അടുത്തൊക്കെ ഇരിക്കുമ്പോൾ പേടിയാവും. പക്ഷെ നമ്മളെ കണ്ട ഏറ്റവും സോഫ്റ്റായിട്ട് ഏറ്റവും മനോഹരമായും തോന്നുന്ന ആളാണല്ലോ ഏറ്റവും അപകടകാരിയായിട്ട് മാറുന്നത് നമ്മുടെ ലൈഫിൽ. അതുപോലെ സൊഫിസ്റ്റിക്കേറ്റഡ് മൈൻഡ് അല്ല അവരുടെ, സങ്കീർണ മനസ്കരല്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹിക്കും, ദേഷ്യമാണെങ്കിൽ കൊല്ലും. അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭാഷയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും നമുക്ക് ഈസി ആയിട്ട് അവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അപകടകരമായ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി ഷൂട്ടിംഗ് ഇടയിലൊക്കെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങളവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്ത് പിന്നെ ഈ ടെററിസ്റ്റുകൾ വന്നിട്ട് ഒരു മാള് പിടിച്ചെടുത്തു. അപ്പോൾ ഞങ്ങൾ അത്രയും ദിവസം 5 ദിവസം ഷൂട്ട് മുടങ്ങിപ്പോയി. തൊട്ടടുത്താണ്. അപ്പം പിന്നെ ടെററിസ്റ്റുകൾ വന്ന് ഈ മാള് പിടിച്ചിട്ട് അവിടുത്തെ 250ഓളം പേരെ കൊന്നുകളഞ്ഞു. മലയാളികളുണ്ടായിരുന്നു. കൊന്നിട്ട് ടെററിസ്റ്റുകൾ ഈ അകത്തുള്ള ആൾക്കാരുടെ പിടിച്ചു വെച്ചിരുന്ന ഇരകളുടെ കൂടെ തന്നെ രക്ഷപ്പെട്ടു. ഇനി പോയി കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാള് കംപ്ലീറ്റ് എന്തൊരു ബോംബ് വെച്ചിരിക്കുകയാണ്, ടൈം ബോംബ് വെച്ചിരിക്കുകയാണ്, തകർന്നു പോയി. അങ്ങനെ സംഭവം ഉണ്ടായി. ഈ ടെററിസ്റ്റുകൾ പിടിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ഈ മാളിലുണ്ടായിരുന്നു. അരമണിക്കൂർ മുമ്പ് അതൊരു സംഭവമായിരുന്നു. അതിപ്പോഴും ഓർക്കാൻ പറ്റില്ല ആ ഒരു സംഭവം. അതൊരു ഭയങ്കര സംഭവമാണ്. പിന്നെ ഒരുപാട് രസകരമായി നമ്മൾ ഷൂട്ടിനിടയിൽ ശരിക്കും ആഫ്രിക്കൻ വയലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. വളരെ അപകടകരമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, രസകരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പറയാനുണ്ട്, അതിപ്പോൾ ഇന്റർവ്യൂവിൽ എല്ലാം കൂടെ പറയാൻ പറ്റില്ല. സിനിമയുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? മീൻസ് അവിടുത്തെയുള്ള ജനതയുള്ള ആൾക്കാരെ നമ്മൾ നേരത്തെ പോയി ഇതുപോലെ ഓഡിഷൻ നടത്തി കാസ്റ്റ് ചെയ്യായിരുന്നു. എങ്ങനെ ഈസി ആയിരുന്നോ? വളരെ ഈസിയാണ്. അവരൊക്കെ ഭയങ്കര കലാകാരന്മാരും നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ജനതയാണ്. വളരെ കഴിവുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് വളരെ എളുപ്പമാണ് അവരെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ. വളരെ ഈസിയാണ്, വെരി ഈസി. ഇനിയിപ്പം സിനിമാ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? സിനിമാ സ്വപ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന്റെ വർക്കുകളും മറ്റു കാര്യങ്ങളും പുതിയ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള ചില സ്ക്രിപ്റ്റുകളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമയമനുസരിച്ച് അത് വരും. അപ്പോൾ റിവീൽ ചെയ്യും. മമ്മൂക്കിയായിട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഇതുവരെ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്നുവരെ അദ്ദേഹത്തിനടുത്തൊരു സിനിമ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പം അടുത്തൊരു റൂമർ കേട്ടായിരുന്നു, ലാലേട്ടനുമായിട്ട് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പുതിയ സിനിമയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജില്ല, ഒന്നും പറയാറായിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തെ എൻ്റെ മുമ്പിലുള്ള സംഭവം മില്ലേനിയത്തിന്റെ ഈ പ്രോജക്റ്റാണ്. ഇത് മാത്രമാണ് അതിന്റെ സക്സസ്. ഓക്കെ. അതിനുശേഷം സക്സസിന് ശേഷം അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ബാക്കിയൊക്കെ റിവീൽ ചെയ്യാന്നല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം സിനിമ എന്ന് അല്ലാണ്ട് ഇനിയിപ്പം എഴുത്തിലായാലും പുതിയ പുതിയ പരീക്ഷണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഞാൻ എഴുതും. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൂ. വയലാറിലെ കനൽപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നീട് ഭ്രമം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. 2 നോവൽ എഴുതിയിട്ടുള്ളൂ. ഇനി 2-3 നോവലുകൾ എഴുതി ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അതൊക്കെ പബ്ലിഷ് ചെയ്യണം. അതൊക്കെ റിസർച്ച് വേണ്ടിയിട്ടുള്ള പീരിയോഡിക്കൽ നോവൽസും വളരെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലുള്ള നോവലും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിസർച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂഷ്വൽ ടൈം എടുത്ത് അതിങ്ങനെ നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഉടനെ തന്നെ ഒരു നോവൽ വരുന്നുണ്ട്. അത് മലയാളത്തിലെ ഒരു വലിയ പ്രഗത്ഭനായ സംഗീതജ്ഞൻ്റെ ഒരു ബയോപിക് എന്ന് പറയുന്ന പോലെ ഒരു ബയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു നോവലാണ്. എങ്ങനെ പർട്ടിക്കുലർ ഒരു ജോണറിനോട് പ്രത്യേക ജോണറിൽ വരുന്ന നോവലാണ്. അയാളുടെ ലൈഫിലെ കാണാപ്പുറങ്ങളെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഫിക്ഷണലൈസ് ചെയ്യാണ്. അത് നമുക്ക് വിഷ്വലിലേക്കും പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. ഒരു വിഷ്വൽ ലാംഗ്വേജിലാണ് ഞാനത് എഴുതുന്നത്. ഓക്കെ. ഇനിയിപ്പം സാറിനെ ഒരു വളർത്തിക്കൊണ്ടുവന്നൊരു നാട് ഏതെങ്കിലും രീതിയിൽ സാറിലെ എഴുത്തുകാരനെയും ഇപ്പൊ വിഷ്വലിലേക്ക് എത്താനും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നാട് പിന്നെ എൻ്റെ നാടിനെ കുറിച്ച് അറിയാമല്ലോ. പിന്നെ അവിടെ വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞൊരു മഹാപ്രതിഭ, അൺപാരലൽ ജീനിയസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും അദ്ദേഹമൊക്കെ വലിയ പ്രചോദനമാണ് എക്കാലത്തും എന്നും.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇൻസ്പയറിങ് എലിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് എഴുത്തിലൊക്കെ, പ്രത്യേകിച്ചും പാട്ടുകളും കവിതയൊക്കെ ഞാൻ എഴുതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വായനയൊക്കെ കൂടുതലുണ്ടാകാനുള്ള കാരണം. ചെറുപ്പത്തിൽ തന്നെ വായിക്കാനും ഈ ഇതിലേക്ക് വരുന്നതിൽ വലിയൊരു ഇൻസ്പയറിങ് ഫാക്ടർ ഈ നാട് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാടൊരു വിപ്ലവ ബാക്ക്ഗ്രൗണ്ടുള്ളൊരു നാടാണ്. എൻ്റെ പിന്നെ കഥാസമാഹാരത്തിൻ്റെ പേര് തന്നെ വയലാറിലെ കനൽപ്പൂക്കൾ എന്നാണ്. അതിലെ പ്രധാനപ്പെട്ട കഥ തന്നെ വയലാർ സമരത്തെക്കുറിച്ചുള്ള കഥയാണ് അതിലെ ഫസ്റ്റ് സ്റ്റോറി തന്നെ. നാച്ചുറലി ആ നാട് ഇൻസ്പയർഡ് മീ എ ലോട്ട്, സ്റ്റിൽ ഇൻസ്പയറിങ് മീ. ഇനിയിപ്പോൾ സാറിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി ഉണ്ട് എല്ലാവരെയും പോലെ എനിക്കും. 2 ആൺപിള്ളേരാണ്, 2 പേരും ന്യൂസിലാൻഡിലാണ്. ഇളയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, സിനിമയായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു, 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം പുള്ളി ഹയർ സ്റ്റഡീസിനായിട്ട് ന്യൂസിലാൻഡ്. ഇപ്പോൾ മൂത്തയാൾ അവിടെ IT പ്രൊഫഷണലാണ്, ഫാമിലിയായിട്ട് സെറ്റിലാണ്. അപ്പോൾ അച്ഛൻ്റെ പാത പിന്തുടർന്ന് രണ്ടാമത്തെ ആൾ ഇനിയിപ്പോൾ സിനിമയിലേക്ക് പറയാൻ പറ്റില്ല, അത് അവൻ്റെ ഇഷ്ടമാണ്. ഇനിയിപ്പം സാറ് ഒരു എഴുത്തുകാരനായിക്കൊണ്ടിരിക്കുക തന്നെ ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു ആത്മകഥയോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും? ആത്മകഥയൊക്കെ സാറിന് എഴുതാൻ കാര്യം പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഏതാണ്ട് മരിക്കാറായി. അപ്പം ആത്മകഥ ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് അനുഭവങ്ങളുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ആത്മകഥ തൽക്കാലം എന്തായാലും എഴുതുന്നില്ല. മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ അറിയിക്കാം. ഓക്കെ വേണ്ട, ഞാൻ ക്വസ്റ്റ്യൻ വിട്ടു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ എഴുത്തിലേക്കും സിനിമയിലേക്കും ഒക്കെ വരികയാണെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താണ് പറയാനുള്ളത്? മീഡിയത്തെ കുറിച്ചൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലോകത്തിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യജീവിക്കും വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലേ? ലോകത്തിൽ ജനിക്കുന്ന ഏത് കുഞ്ഞിനും, കൊച്ചു കുഞ്ഞ് ജനിച്ചാലും ആ കൊച്ചു കുഞ്ഞ് കാണുന്ന ലോകം ഒന്ന് വേറെയാണ് അതിൻ്റെ പെർസ്പെക്റ്റീവിൽ. അത് വളർന്നു വരുമ്പോൾ ആ ലോകം മാറി 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 വ്യത്യസ്തമായ തലങ്ങളിലൂടെ ആ ലോകം അവസാനം മരിക്കുമ്പോൾ അത് അവസാനിക്കും. അപ്പോൾ ലോകം അവസാനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തി മരിക്കുമ്പം ലോകം അവസാനിക്കും. അവൻ്റെ ലോകം അവസാനിച്ചാൽ ലോകം അവസാനിക്കും. അപ്പോൾ ഈ കാണുന്ന കാഴ്ചകളാണ് അതിൻ്റെ മുകളിൽ. ഇതിനെ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് സിനിമ. അത് എഴുതി വെച്ചാൽ അത് കഥയോ കവിതയോ നോവലോ ആവും, അല്ലേ? ക്ലാസിക്സ് ആവും. അത് വിഷ്വലൈസ് ചെയ്ത് ഈ സാങ്കേതികമായ മാർഗത്തിലൂടെ നമ്മൾ കൊണ്ടുവന്ന സിനിമയാവും. അപ്പോൾ ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരു എഴുത്തുകാരനോ ഡയറക്ടറോ ആകാൻ പറ്റും. അവനവൻ്റെതായ സിനിമ ഉണ്ടാവും, അവനവൻ്റെതായ കഥ പറയാനുണ്ടാവും. നമ്മൾ യാത്രകളിലൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പോകുമ്പോൾ വഴി വെച്ച് ചിലപ്പോൾ ഒരാളെ കണ്ടുമുട്ടും. വളരെ സാധാരണക്കാരനായ ഒരാളായിരിക്കും, പക്ഷെ അല്പനേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ ഒരു വലിയ ഒരു ക്ലാസിക് നോവലാണെന്ന് തോന്നും, അയാളുടെ ജീവിതാനുഭവങ്ങൾ, ഇല്ലേ? അതാണ്, അങ്ങനെ എല്ലാവരിലും ഉണ്ട് ഇത്. ഇപ്പം സിനിമ എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു തറവാട്ട് സ്വത്തൊന്നുമല്ല, എല്ലാവരിലും ഉണ്ട് ഈ വിഷ്വലൈസിങ് കാലിബർ. ഓരോരുത്തർക്കും സിനിമ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും സാറ് പറഞ്ഞത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. ഒരുപാട് പേർക്ക് സിനിമയിൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം വരും. അതായത് ഇപ്പം നമ്മുടെ സിനിമയുടെ മുമ്പിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രതിബന്ധങ്ങൾ, കഴിവുള്ളവരാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളിലൊന്ന് പണം, 2 നമുക്ക് കൊമേഴ്ഷ്യൽ സക്സസ് ആണെങ്കിൽ സ്റ്റാർസിനെ വേണം, ഇല്ല? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ പ്രധാനമാണ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേത്. ഇതിനെയൊക്കെ അതിജീവിക്കുന്ന അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു കാലം വരും. കാരണം സാങ്കേതികമായി നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടെലിവിഷൻ ഇല്ലാതെ, ഒരു ഭിത്തി ഇല്ലാതെ പോലും നമുക്കിനി സിനിമ കാണാം, അറിയാമല്ലോ. നമ്മുടെ കണ്ണിൽ വെച്ചിരിക്കുന്ന ലെൻസിനുള്ളിൽ നമുക്ക് സിനിമ കാണാം. ഈ ലെൻസിനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഉണ്ട്, കണ്ണട വെച്ചാൽ മതി, ഒരു കണ്ണട. ആ കണ്ണടയിലൂടെ നമുക്ക് ഫോൺ ചെയ്യാം, സിനിമ കാണാം, യൂട്യൂബ് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതിനകത്തൂടെ കാണാം. അതിപ്പോൾ ആൾറെഡി ഉണ്ട്, ഇപ്പോൾ ഉടനെ തന്നെ ഗൂഗിൾ ആൾറെഡി പുറത്തിറക്കി കഴിഞ്ഞു. അപ്പോൾ ആ സ്റ്റേജിലേക്ക് ഇതൊരു ട്രാൻസിഷൻ വരിക. പ്രൊഡക്ഷൻ സൈഡിലാണ് നമുക്ക് പ്രശ്നം. ഈ കൺസീവിങ് സൈഡിൽ ഇറ്റ് ഇസ് വെരി ഈസി നൗ, ഭയങ്കര മാറ്റങ്ങൾ. പ്രൊഡക്ഷൻ സൈഡിൽ ടെക്നിക്കൽ സംഭവങ്ങൾ കണ്ട, ലൈറ്റ്സും ഇതൊന്നും ഇല്ലാത്തൊരു സമയം വരും. ഇതൊന്നുമില്ലാതെ നമുക്ക് സിനിമ എടുക്കാം. നമ്മൾ രണ്ടുപേരും കൂടെ വിചാരിക്കുന്നു, ഒരു ചെറിയ ക്യാമറ എടുക്കുന്നു, നമ്മൾ സിനിമ എടുക്കുന്നു. കാസ്റ്റിംഗ് ഒന്നും വേണ്ട. ഇത് കാണാൻ താല്പര്യമുള്ള, കാരണം നിങ്ങൾ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ കാണാൻ താല്പര്യമുള്ള ഒരാളായിരിക്കും ഞാൻ, ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സാധനം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് കാണാൻ താല്പര്യം ഉണ്ടാവും. കാരണം ഞാൻ കേട്ട ക്ലീശയല്ല പുതിയൊരു സാധനം എന്നോട് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഐ ആം ഇൻട്രസ്റ്റഡ്. അങ്ങനെ ഒരു കാലം വരും, സമീപ ഭാവിയിൽ തന്നെ വരും. അപ്പോൾ സിനിമ അതനുസരിച്ച് മാറും.
എല്ലാവർക്കും സിനിമ എടുക്കാൻ പറ്റും. സിനിമ എല്ലാവർക്കും പ്രാപ്യമാവുന്ന ഒന്ന് തന്നെ ഉറപ്പായിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് പേർക്കുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ് സാർ നൽകിയത്. സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായും ഇനിയും എളുപ്പത്തിൽ സിനിമയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരുപാട് താങ്ക് യു സാർ, സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.